എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സൗരയൂഥത്തിൽ 2000 ജൂണിൽ കണ്ടെത്തിയ 4.5 കിലോമീറ്റർ വ്യാസമുള്ള ചിഹ്നഗ്രഹത്തിന് അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏത് മലയാളി ജ്യോതിശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? സൗരയൂഥത്തിൽ 2000 ജൂണിൽ കണ്ടെത്തിയ 4.5 കിലോമീറ്റർ വ്യാസമുള്ള ചിഹ്നഗ്രഹത്തിന് അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏത് മലയാളി ജ്യോതിശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? ഓപ്ഷൻ ഡി, ഡോക്ടർ അശ്വിൻ ശേഖർ. മലയാളി ജ്യോതിശാസ്ത്രജ്ഞനായ ഡോക്ടർ അശ്വിൻ ശേഖറിൻ്റെ പേരാണ് സൗരയൂഥത്തിൽ 2000 ജൂണിൽ കണ്ടെത്തിയ 4.5 കിലോമീറ്റർ വ്യാസമുള്ള ചിഹ്നഗ്രഹത്തിന് അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ പേര് നൽകിയത്. പരോക്ഷ തെരഞ്ഞെടുപ്പ് ആനുപാതിക പ്രാതിനിധ്യ രീതി വഴി തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി. പരോക്ഷ തെരഞ്ഞെടുപ്പ് വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി. ഓപ്ഷൻ ഡി, രാജ്യസഭാംഗം. പരോക്ഷ തെരഞ്ഞെടുപ്പ് ആനുപാതിക പ്രാതിനിധ്യ രീതി വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി രാജ്യസഭാംഗമാണ്. നിർവീര്യവസ്തുവിൻ്റെ pH മൂല്യം. നിർവീര്യവസ്തുവിൻ്റെ pH മൂല്യം. ഓപ്ഷൻ ഡി, 7. നിർവീര്യവസ്തുവിൻ്റെ pH മൂല്യം 7 ആണ്. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? ഓപ്ഷൻ സി, പ്രകാശോർജ്ജവും താപോർജ്ജവും. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി, വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായലിലാണ് പമ്പ നദി ഒഴുകിച്ചേരുന്നത്. താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് PR ശ്രീജേഷ്? താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് PR ശ്രീജേഷ്? ഓപ്ഷൻ ഡി, ഹോക്കി. PR ശ്രീജേഷ് ഹോക്കി കായികയുമായി ബന്ധപ്പെട്ട ആളാണ്. അലോഹധാതുവിന് ഉദാഹരണമേത്? അലോഹധാതുവിന് ഉദാഹരണമേത്? ഓപ്ഷൻ സി, പെട്രോളിയം. അലോഹധാതുവിനൊരു ഉദാഹരണമാണ് പെട്രോളിയം. കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏത്? കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏത്? ഓപ്ഷൻ സി, 1924. 1924 കേരളത്തിലെ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായത്. കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏതാണ്? കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം. ഓപ്ഷൻ സി, റബ്ബർ മരം. റബ്ബർ മരമാണ് കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി, 2000. ഇന്ത്യയിൽ 2000-ലാണ് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്നത്. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചതാര്? സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ എ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത്. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. ഓപ്ഷൻ എ, മംഗലാപുരം.
മംഗലാപുരമാണ് നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ചെസ്. ചെസ് കളിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ബിഷപ്പ്. കേരളത്തിൽ അലാമി കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ല ഏത്? കേരളത്തിൽ അലാമി കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി കാസർഗോഡ്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് അലാമിക്കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോം? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോം? പാറക്കെട്ടുകൾ, വെള്ളച്ചാട്ടം, ഡ്രംലിൻസ്, ബാർച്ചൻസ്. പറയുന്നവയിൽ ഏതാണ് ഒരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോം? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 3 മാത്രം. ഡ്രംലിൻസ്. പറയുന്നവയിൽ ഡ്രംലിൻസ് ആണ് ഒരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോം. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ ബി ശ്രീ HVR അയ്യങ്കാർ. ശ്രീ HVR അയ്യങ്കാറാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ ജന്മസ്ഥലവും തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. പണ്ഡിറ്റ് കറുപ്പൻ, കുമാരനാശാൻ, VT ഭട്ടതിരിപ്പാട്, ചട്ടമ്പി സ്വാമികൾ, കണ്ണമ്മൂല, മേഴത്തൂർ, ചെരനെല്ലൂർ, കായിക്കര. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ ജന്മസ്ഥലവും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 1 സി പണ്ഡിറ്റ് കറുപ്പൻ, ചേരാനെല്ലൂർ. 2 ഡി കുമാരനാശാൻ, കായിക്കര. 3 ബി VT ഭട്ടതിരിപ്പാട്, മേഴത്തൂർ. 4 എ ചട്ടമ്പി സ്വാമികൾ, കണ്ണമ്മൂല. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇടുക്കി. പെരിയാർ വന്യമൃഗ സങ്കേതം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം? ഓപ്ഷൻ ബി മൗസിൻഡ്രം. മൗസിൻഡ്രമിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം? കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ ബി തിരുവനന്തപുരം. കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത്? വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി തുലാവർഷം. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഓപ്ഷൻ ബി ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ശരിയായ പ്രസ്താവന ഏത്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകണ്ഠസ്വാമികളാണ്. മോക്ഷപ്രദീപം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അരൂപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888 അന്നാച്ചാണ്ടി ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായി പ്രവർത്തിച്ചിരുന്നു. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1, 3, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അരൂപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888 അന്നാച്ചാണ്ടി ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായി പ്രവർത്തിച്ചിരുന്നു. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. മോക്ഷപ്രദീപം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് എന്ന പ്രസ്താവനയാണ് തെറ്റായത്. മോക്ഷപ്രദീപം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്.
ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഓപ്ഷൻ സി അന്റാർട്ടിക്ക. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഒരു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് അന്റാർട്ടിക്കയിലാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്? ഓപ്ഷൻ സി 1956. 1956 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല? ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല? ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂരാണ് ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല. ദ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ദ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ഡി ആർ കെ ലക്ഷ്മൺ. ദ ടണൽ ഓഫ് ടൈം ആർ കെ ലക്ഷ്മണിൻ്റെ ആത്മകഥയാണ്. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ? ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? ഓപ്ഷൻ സി 3.28. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ 3.28 ആണ്. താഴെ പറയുന്നതിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആസ്ബറ്റോസ്. ആസ്ബറ്റോസ് ആണ് താഴെ പറയുന്നതിൽ റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്. സ്വപ്ന വാസവദത്ത ധൂതവാക്യ എന്നിവയുടെ കർത്താവ്? സ്വപ്ന വാസവദത്ത ധൂതവാക്യ എന്നിവയുടെ കർത്താവ്? ഓപ്ഷൻ ബി ഭാസൻ. ഭാസനാണ് സ്വപ്ന വാസവദത്ത ധൂതവാക്യ എന്നിവയുടെ കർത്താവ്. സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം? സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം? ഓപ്ഷൻ ബി ഭൂമി. ഭൂമിയാണ് സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി? പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി? ഓപ്ഷൻ ബി ഫെയിം ഇന്ത്യ. ഫെയിം ഇന്ത്യ എന്ന പദ്ധതിയാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ശകുന്തള ദേവി. ശകുന്തള ദേവിയാണ് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ഓപ്ഷൻ സി ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി ആയിരുന്നു സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. 1907 സെപ്റ്റംബറിൽ ലയർപൂർ ജില്ലയിലെ ബംഗ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി? 1907 സെപ്റ്റംബറിൽ ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ലയർപൂർ ജില്ലയിലെ ബംഗ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആര്? ഓപ്ഷൻ ഡി ഭഗത് സിംഗ്. 1907 സെപ്റ്റംബറിൽ ലയർപൂർ ജില്ലയിലെ ബംഗ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ വിപ്ലവകാരിയാണ് ഭഗത് സിംഗ്. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി
ഇന്ദിരാഗാന്ധിയായിരുന്നു. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. ഓപ്ഷൻ ബി മൗണ്ട് K2. മൗണ്ട് K2 ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം. ഓപ്ഷൻ ഡി ജീവകം ഇ. ജീവകം ഇ ആണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ഓപ്ഷൻ ഡി വെള്ളി. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് വെള്ളിയാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻ ബി IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആര്? ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ ഡി പ്രതിഭ പാട്ടീൽ. പ്രതിഭ പാട്ടീലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ ആനി ബസന്റ്. ആനി ബസന്റ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ലോക്സഭയിൽ. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരിയായിരുന്നു? 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? ഓപ്ഷൻ ബി അയർലൻഡ്. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ അയർലൻഡുകാരനായിരുന്നു. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം. ഓപ്ഷൻ സി സേവനാവകാശ നിയമം. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് വർഷം. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1991. 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം. ഓപ്ഷൻ എ ആറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ. താഴെ പറയുന്നതിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കാഡ്മിയം. പറയുന്നതിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് കാഡ്മിയമാണ്. പാറ്റല്ല ഏത് അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ്? പാറ്റല്ല ഏത് അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ്? ഓപ്ഷൻ എ മുട്ടുചിരട്ട. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ ആരാണ്? ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ ആരാണ്?
ഓപ്ഷൻ ഡി PJ ആൻ്റണി. PJ ആൻ്റണിയാണ് ഭാരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.